അങ്ങനെ നമ്മുടെ വീടിനോട് വീണ്ടും ബൈ ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. വീണ്ടും ഒരു സർപ്രൈസ് വിറ്റിട്ട് വന്നിട്ട് തിരിച്ചു പോകാനുള്ള സമയമായിട്ടുണ്ട്. സോ ബാക്ക് ടു വെല്ലൂറാണ്. സോ അവിടെ എത്തിയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. സോ ബൈ ബൈ ഇവിടെ യു ബൈ 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 മിക്വിൻ. ഇനി നമുക്ക് അടുത്ത വരവിന് വരുമ്പോൾ കാണാം. സോ ഇനി ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് വരാൻ പറ്റുള്ളൂ. സോ അതെന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തുടർന്നുള്ള വീഡിയോസിലൊക്കെ ആയിട്ട് പറഞ്ഞുതരാം. കാര്യങ്ങൾ എന്താണെന്നൊക്കെയാണ്. സോ എന്തായാലും ബൈ വീടേ. സോ ഗൈസ് മമ്മിയും എൻ്റെ അപ്പുറത്തെ വീട്ടിലത്തെ കൂട്ടായൻ അബയും കൂടിയാണ് എന്നെ കൊണ്ടാക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. സോ തിരിച്ചു പോകുമ്പോൾ മമ്മിക്ക് ഓടിക്കാൻ പറ്റാത്തതുകൊണ്ട് അബയനെ വിളിച്ചിട്ടുണ്ടായിരുന്നു വണ്ടി തിരിച്ച് നമ്മുടെ മെക്കയും കൂട്ടാനെ തിരിച്ച് വീട്ടിലെത്തിക്കാൻ വേണ്ടി. സോ അതേ അവർ തിരിച്ച് പോവുകയാണ്. സോ ബൈ ബൈ മെക്കയും കൂട്ടാൻ അടുത്ത പ്രശ്നം കാണുന്നതായിരിക്കും. ബൈ. അതേ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. സോ നമ്മൾ ചേച്ചി നമ്മൾ സ്വീകരിക്കാൻ നിൽക്കുന്നുണ്ട്. സോ നമുക്ക് എന്തായാലും ഉള്ളിൽ കയറാം. ഗൈസ് നമ്മൾ എത്തിയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ നമുക്ക് സെക്കൻഡ് പ്ലാറ്റ്ഫോം അപ്പുറത്ത് നമ്മുടെ ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങാം കേട്ടോ. ഗൈസ് ലഗേജൊക്കെ ഉണ്ടാകുമ്പോൾ ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങുന്ന ടാസ്ക്കാണ്. സോ നമ്മളെ കാട്ട്പാടി റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഉള്ള പോലെ ലിഫ്റ്റ് വെക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. എന്തായാലും വികസനം വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനൊക്കെ ഒന്ന് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഗൈസ് വന്ദേ ഭാരതാണോ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മളിവിടെ സ്റ്റേഷൻ്റെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോം എത്തിയപ്പോൾ നമ്മുടെ വന്ദേ ഭാരത് പോകുന്നുണ്ട്. അങ്ങനെ നടന്നു വന്നിരുന്നിട്ട് വേണം ഇനി എന്തായാലും ട്രെയിൻ വരെ വെയിറ്റ് ചെയ്യാം. ട്രെയിൻ വന്നിട്ടുണ്ട് ഗൈസ്, ഇനിയിപ്പോൾ കയറട്ടെ. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറിയിരുന്ന്. സോ നമ്മളത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് അങ്ങനെ നമ്മൾ കാട്ട്പാടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സബരീഷിൻ്റെ വീട്ടിൽ പോയിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യണം. സോ ഗൈസ് അങ്ങനെ നടന്ന് നമ്മുടെ സബരീഷിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. സോ ഇനി അവനെ വിളിച്ചു നോക്കിയിട്ട് ഒരു വട്ടം വിളിച്ചു നോക്കിയിട്ട് എടുത്തിട്ടില്ല. സോ ഒന്നുകൂടി വിളിച്ചു നോക്കട്ടെ. വിളിച്ച് കഴിഞ്ഞപ്പിച്ചിട്ട് വേണം മോളിൽ പോയി അവൻ്റെ റൂമിൽ പോയിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങിയ ശേഷം. ഗൈസ് നല്ല പോസ്റ്റായ അവസ്ഥയാണ്. കാരണം അവൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ആ ഗേറ്റിൻ്റെ ഫ്രണ്ടിലുള്ള സ്റ്റെപ്സിൽ ഇരിക്കേണ്ട അവസ്ഥയാണ്. എന്തിതാ ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല. എത്ര നേരം ഇരിക്കേണ്ടി വരാമോ. എന്തായാലും 6 മണി വരെ ഇരുന്ന് നോക്കിയിട്ട് വീണ്ടും വിളിച്ചു നോക്കാം. ഇപ്പം എന്നെ ഒരു 10 പ്രാവശ്യം വിളിച്ചിട്ട് അവൻ ഫോൺ എടുത്തിട്ടില്ല. നല്ല ഉറക്കത്തിലാന്ന് തോന്നുന്നു. അപ്പം എന്തായാലും കുറച്ചേരം കൂടി നോക്കട്ടെ കിട്ടുമോന്ന്. അല്ലെങ്കിൽ പോസ്റ്റായ അവസ്ഥയാണ് ഗൈസ്. എന്തൊരവസ്ഥ ഗൈസ്. കുറച്ചേരം പോസ്റ്റായി താഴ്ത്തിരിക്കേണ്ടി വന്നു. പിന്നെ അവൻ്റെ അമ്മൂമ്മ വന്ന് ഡോറും ഗേറ്റും കാര്യങ്ങളൊക്കെ തുറന്നപ്പോഴാണ് എനിക്ക് ഉള്ളിൽ കയറാൻ പറ്റിയത്. എത്ര വിളിച്ചിട്ട് അവൻ ഫോൺ എടുത്തില്ല. സോ പുതിയ ഐഫോൺ മേടിച്ചിട്ട് അത് സൈലൻറ്റിൽ സൈഡിൽ മറ്റേ ഇത് നോയിസ് ബട്ടണിൽ സൈലൻറ്റിൽ ഇട്ടിട്ട് പക്ഷെ മറ്റോണം വോളിയം കൂട്ടിയിട്ടു. അപ്പം മച്ചാൻ വിചാരിച്ചു ബാക്കിയുള്ള ഫോണുകളുടെ പോലത്തെ സെറ്റപ്പാന്ന് വിചാരിച്ചിട്ട് അറിഞ്ഞില്ല സൈലൻറ്റിലാണെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 7 മണിക്ക് ആയപ്പോഴാണ് മച്ചാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിൻ്റെ വീട്ടിലുണ്ട്. മച്ചാൻ സർപ്രൈസായിപ്പോയി. സോ എന്തായാലും അവ എഴുന്നേറ്റില്ല. കുറച്ച് നേരം പോസ്റ്റായിരുന്നു. ഒരു 10-20 മിനിറ്റോളം പോസ്റ്റായിട്ടിരുന്നു. അതായിപ്പോഴാണ് അവൻ്റെ അമ്മൂമ്മ വന്ന് കയറ്റമൊക്കെ കാര്യങ്ങളൊക്കെ തുറന്നു ഉള്ളിൽ കയറാൻ പറ്റിയത്. സോ ഇനി കോളേജിലോട്ട് പോകണം. കോളേജിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. സോ അത് ചെയ്ത് നോക്കിയിട്ട് ഇന്ന് നമുക്ക് തിരിക്കണോ നാളെ തിരിക്കണോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കണം. പിന്നെ സബരീഷിന് എന്തോ മ്യൂസിക് വീഡിയോയുടെ ഓഡീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ലെറ്റ്സ് ഗോ. അങ്ങനെ പോണ വഴി നമ്മൾ പെട്രോൾ അടിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ സബരീഷ് 1 സീൻ ലുക്കിലൊക്കെയാണ് കേട്ടോ. കോളേജൊക്കെ കയറിയിട്ടുണ്ട്. സോ ഫ്രഷേഴ്സ് വയനാട് ഫുൾ തിരക്കാണ്. എല്ലായിടത്തും വണ്ടികളാണ്. അങ്ങനെ കോളേജിൽ എത്തി. സോ ജസ്റ്റ് ഫിനാൻസ് ഓഫീസിൽ നമ്മുടെ സീനിയറിൻ്റെ എന്തോ റീഫണ്ട് വന്നില്ലെന്ന് ചോദിക്കാൻ വേണ്ടി വന്നേക്കാം. അങ്ങനെ കോളേജിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞത് ഇന്നത്തെ ലഞ്ച് എനിക്ക് ചിക്കൻ പാസ്ത ആയിരുന്നു വിത്ത് മയോ. പിന്നെ ഇത് സബരീഷ് നമ്മുടെ ഓപ്പോസിറ്റിലിരുന്ന് ഗോബി ഫ്രൈഡ് റൈസ് കഴിക്കുന്നുണ്ട്. സോ നമ്മുടെ ചിക്കൻ പാസ്ത ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഞാൻ. സോ സംഭവം കൊള്ളാം. മുമ്പ് ഇവരൊക്കെ കഴിക്കാൻ കണ്ടിട്ടുണ്ട്. സോ സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് കിൻഡർ പോപ്സ് എന്ന് പറഞ്ഞ ഒരു കടയിൽ 10 രൂപയ്ക്ക് ഐസ്ക്രീം കിട്ടുന്നു. സോ അത് കഴിക്കാൻ വേണ്ടി വന്നേക്കാം. കഴിച്ചിട്ട് നമ്മുടെ ഐസ് കിട്ടിയിട്ടുണ്ട്. സോ സബരീഷിൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കാം. എവിടെ നമ്മുടെ നാട്ടിൽ ഐസ് കഴിക്കുന്ന സംഭവം തന്നെയാണ്. സംഭവം ടേസ്റ്റ് ഉണ്ട് കേട്ടോ. 10 രൂപയാണ് അടിപൊളിയാണ്. കഴിച്ച് നമ്മൾ അങ്ങനെ ഐസ്ക്രീം എന്ന് പറയാൻ പറ്റില്ല, ഐസ് കഴിച്ചിട്ട് വന്നിരിക്കുകയാണ്. സോ ഞാൻ പാഷൻ ഫ്രൂട്ട് ഐസ് ഫ്രൈന്ന് കാണിച്ച സംഭവം അടിപൊളിയാണ് കേട്ടോ. 15 രൂപ ആയോളൂ. പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞത് നമ്മൾ ഇവിടെ ഒരു വന്നേക്കാണ്. സോ സബരീഷിന് എന്തോ കുറച്ച് സ്പെയർ പാർട്സ് സാധനങ്ങൾ മേടിക്കാൻ. സോ അതിന് വേണ്ടി വന്നിരിക്കുകയാണ്.
ഗൈസ്, അപ്പോൾ ഇത്രയോടെ ഇന്നത്തെ വീഡിയോ. സോ ഇന്ന് വൈകിട്ടുള്ള പരിപാടികളും പിന്നെ ബാക്കി നാളത്തെ പരിപാടികളൊക്കെ നാളത്തെ വീഡിയോയിൽ അടിപൊളിയായിട്ട് വരുന്നതായിരിക്കും. സോ വെയിറ്റ് ഫോർ ദി അടിപൊളി വ്ളോഗ്. സോ നാളെ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.